ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആനന്ദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ പ്രാർത്ഥന. ക്രിസ്തുവിലൂടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിവരുവാനും അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും ഈ ദിവസവും അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി കരയുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ഈ ശുശ്രൂഷയെ സമർപ്പിക്കുവാനും ഈ ശുശ്രൂഷ വഴി ദൈവാനുഗ്രഹം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയുടെ ആദ്യോടൊപ്പം ദൈവപരിപാലനത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 344 ഗീതം നമുക്ക് പാടാം. ഗീതം 340.
കാലത്തെയും വൈകുന്നേരത്തെയും രണ്ടാമത്തെ ശുശ്രൂഷ ക്രമം ആരാധിക്കാൻ ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അവിടുത്തെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവിടുത്തേക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവിടുത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ജ്ഞാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് അങ്ങയിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ മുതുകെ ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ദൈവവചനം ഇപ്രകാരം നമ്മോട് അറിയിക്കുന്നു: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പ
ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമടിക സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, നിങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗകര്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തന്റെ പിണ്ടകളെ എന്ത് പറയുന്നവരോട് ക്ഷമിക്കണമേ. എന്റെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുവിന്റെ കൃപ ചെയ്യണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാവുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് അങ്ങയുടെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചു വിടണമേ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിക്കും. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, ഈ ക്രമത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം. നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമവേദം സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 15 മുതൽ 26 വരെ. മകനെ, നിന്റെ ഹൃദയ ജ്ഞാനത്തെ പഠിച്ചാൽ നിന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അതിരം സംസാരിച്ചാൽ നിന്റെ അതിരം നിന്റെ ഹൃദയം പാപങ്ങളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും പെട്ടുകൊണ്ടിരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക. നിന്റെ ഹൃദയത്തെ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ മാംസഭോജനം ഇരിക്കരുത്. കുടിയനും അതിപക്ഷത്തിനും തിരക്ക് കയറ്റിയും പിതൃവാദിത്വം വെള്ളത്തുള്ളി മാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്കാം. നിന്റെ അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിൽക്കരുത്. നീ സത്യം നിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും അങ്ങനെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനത്തിന് അവർക്ക് സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. പഴയ നിയമവേദമാണ് സാധിക്കുന്നത്. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ട്. സങ്കീർത്തന വേദഭാഗം എഴുതുന്നത്. എല്ലാവർക്കും എഴുന്നേറ്റില്ല. 127-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 127.
യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. കിടപ്പാൻ പോകുന്നത് കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും നയിക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇരിക്കാം. ലേഖനവേദമാണ്. Second reading is taken from Ephesians chapter 6 verses beginning from 10 to 8. Ephesians chapter 6 verses beginning from 10 to 8. Finally, be strong in the Lord and his mighty power. Put on the full armor of God so that you can take your stand against the evil. For our struggle is not against flesh and blood, but against the rulers, against the authorities, against the power of this dark world, and against the spiritual forces of evil in the heavenly realm. Therefore, put on the full armor of God, so that when the day of evil comes, you may be able to stand your ground. And after you have done everything to stand firm then, with the belt of truth buckled around your waist, with the breastplate of righteousness in your face, and with your feet fitted with the readiness that comes from the gospel of peace. In addition to all this, take up the shield of faith, with which you can extinguish all the flaming arrows of the evil. Take the helmet of salvation and the sword of the Spirit, which is the word of God, and pray in the Spirit on all occasions, with all kinds of prayers and requests. With this in your mind, be alert and always keep on praying for all the Lord's. Here ends the second reading. Thanks be to thee, O God. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായി സഭയുടെ. ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് അവിടുന്ന് ആകുന്നത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും അങ്ങേ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം അങ്ങേ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വന്യതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ച് കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ അങ്ങ് ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. അങ്ങ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് അങ്ങ് വീണ്ടെടുത്തവരായ അങ്ങയുടെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജനങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ നാമത്തെ കാലാവസ്ഥാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. സുവിശേഷ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 4. സെയിന്റ് മാത്യു chapter 18 verses 1 to 6. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കെ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. യേശു ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ലു കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ദൈവ വചനമാണ് നാം ശ്രമിച്ചത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ധ്യാനിക്കുന്നതിന് മുമ്പ് കൺവെൻഷൻ പാഠപുസ്തകത്തിൽ 36-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കൺവെൻഷൻ പാഠപുസ്തകത്തിൽ 36-ാമത്തെ പാട്ട് പരനേതിൻ തിരുമുമ്പിൽ വരുന്നൊരു സമയം.
തിരുവചനത്തിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, കുഞ്ഞുങ്ങളാകുവാൻ, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഈ കാലങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിന്റെ അവകാശികളും ഓഹരിക്കാരുമായി തീരുവാൻ സാധിക്കുന്നു. നൽകിയിരിക്കുന്ന ജീവന്റെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി ഞങ്ങളിൽ പരിവർത്തിക്കണം. ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യവും ഞങ്ങളുടെ മുറിപ്പെട്ട അനുഭവങ്ങളില് ശാന്തിയും ഞങ്ങളുടെ അസ്വസ്ഥതകളിലെ സമാധാനവും തന്ന് അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരാഴ്ച കൂടി ദൈവസന്നിധിയില് നമുക്ക് അടുത്തു വരുവാൻ ബലവാനായ ദൈവം നമുക്ക് ആരോഗ്യം തന്നു, നമ്മെ അനുഗ്രഹിച്ചു, വഴി നടത്തി. ഈ ആരാധനയില് നമ്മളെല്ലാവരും സംബന്ധിക്കുമ്പോൾ ദൈവം എത്ര അത്ഭുതകരമായാണ് നമ്മെ ഓരോരുത്തരെയും ക്ഷേമത്തോടെ പരിപാലിക്കുന്നതെന്ന് ഓർത്ത് നന്ദിയുള്ള ഹൃദയങ്ങളോടെ അവിടുത്തെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഒരിക്കല് ഒരു പിതാവ് തൻ്റെ 3 മക്കളെ നന്മയുള്ളവരായി വളർത്തുവാനായിട്ട് നല്ല ഉപദേശങ്ങള്, നല്ല മാതൃകയുള്ള ജീവിതം അവരുടെ മുൻപിൽ കാഴ്ചവെക്കുകയാണ്. ഈ ലോകത്തിലെ പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ള പാഠങ്ങളും അവരെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ പിതാവ് നല്ല വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അദ്ദേഹം എന്താണോ ആ 3 മക്കളെ കുറിച്ച് ആഗ്രഹിച്ചത് അതിന് വിപരീതമായിട്ടാണ് മക്കള് വളർന്നു വന്നത്. 3 പേരും ചൂതാട്ടം കളിക്കാരായി മാറുന്നു, പലതും മോഷ്ടിക്കുന്നു, പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ആ പിതാവിന്റെ ഹൃദയം വേദനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ 3 മക്കളെയും പിതാവ് വിളിച്ച് തൻ്റെ പൂന്തോട്ടത്തിൽ ചെന്നു. അവരോട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഇളയ മകനോട് പറഞ്ഞു, ഒരു ചെടി, പൂന്തോട്ടത്തിൽ ഒരു ചെടി പറിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ ചെറിയ ചെടി ഒറ്റ കൈ കൊണ്ട് തന്നെ അവൻ പറിച്ചെടുത്തു. രണ്ടാമത്തെ മകനോട് തൊട്ടടുത്ത് ഒരു കുറ്റിച്ചെടിയുണ്ട്, അത് പറിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ നല്ല ഉറപ്പുള്ളതാണ്, എങ്കിലും അവൻ 2 കൈകൾ കൂട്ടി ആ കുറ്റിച്ചെടി വലിച്ചു പറിച്ചു. മൂന്നാമത്തവനോട് പിതാവ് ആവശ്യപ്പെട്ടത് തൊട്ടടുത്തുള്ള ഒരു മരമാണ്. അവൻ അതിശയിച്ചു പോയി.
അവൻ പറഞ്ഞു, ഇത് കൈകൊണ്ട് പറിച്ചെടുക്കുക സാധ്യമല്ല. പിതാവ് ചോദിച്ചു, അതെന്താ? അതിന് നല്ല വേരുകളുണ്ട്, അതുകൊണ്ട് കൈകൊണ്ടുള്ള പരിശ്രമം കൊണ്ട് ഈ മരം പറിക്കുവാൻ കഴിയത്തില്ല. പിതാവ് അവരോട് പറഞ്ഞു, മക്കളെ, നന്മയുള്ള ഒരു ഹൃദയമാണ്, ജീവിതമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ആഴത്തില് വേരുള്ളതായിരിക്കും. ഒന്നും അത് പറിച്ചു കളയുവാൻ സാധ്യമല്ല, ആർക്കും പറിച്ചു കളയാൻ സാധ്യമല്ല. എന്നാൽ ഈ നന്മ നിങ്ങളിൽ ഫോർമേറ്റീവ് സ്റ്റേറ്റിലാണെങ്കിൽ അതെപ്പോ വേണമെങ്കിലും എടുത്തു കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവികമായ നന്മകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളതായി മാറും. കാരണം അങ്ങനെയെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെ നന്മയോടെ നേരിടുവാൻ, നന്മയാൽ തിന്മയെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ആ മക്കള് വലിയ പാഠം കൊള്ളുക. ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനമാണ്. 18ാം നൂറ്റാണ്ടില് റോബർട്ട് റൈറ്റ്സ് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുന്നപ്പോൾ ഒരു ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളെ നന്മയുള്ളവരാക്കി, ദൈവികമായ വെളിച്ചമുള്ളവരാക്കി, ദൈവികമായ സ്വഭാവത്തിന് ഉടമകളാക്കി അവരെ വളർത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ഉദ്ദേശം. ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായി. പക്ഷെ പിൽക്കാലങ്ങളിൽ ലോകം മുഴുവനും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ട് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങൾ മാറിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിരിക്കുവാൻ ഹോളി ക്രോസ് ദേവാലയത്തിനും ക്രൈസ്റ്റ് ചർച്ച് ഹെബ്ബാളിനും കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ, അധ്യാപകരെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അവർക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കൾ, വ്യത്യസ്തമായ താലന്തുകളിലൂടെ അവരെ സഹായിക്കുന്നവരെയൊക്കെ ഈ സമയത്ത് അനുമോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരുടെ ശുശ്രൂഷകൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വളർച്ചയ്ക്ക്, രാഷ്ട്ര നിർമ്മിതിക്ക് തന്നെ ഒരു അനുഗ്രഹമായി മാറുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ധ്യാന ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 127 സങ്കീർത്തനം, അതിന്റെ 3ഉം 4ഉം വാക്യം. 127 സങ്കീർത്തനം, അതിന്റെ 3ഉം 4ഉം വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്: മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. ഒന്ന്, ദൈവം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ മക്കൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുഞ്ഞ്. അത് ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മൾ തിരിച്ചറിയും. രണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഉപമിച്ചിരിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ, ശലോമോന്റെ സങ്കീർത്തനമാണ്. ആരോ അസ്ത്രത്തിന് സമാനമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ അല്ലെ, ഒരു ഭീരുവിന്റെ അല്ല, ഒരു വാര്യരുടെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ് യൗവനത്തിലെ മക്കൾ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ അസ്ത്രവുമായി ഉപമിക്കുവാനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല ചിന്തകളും നമുക്ക് അസ്ത്രത്തെ കുറിച്ച് നമുക്ക് കിട്ടും അല്ലെ. ഒന്നാമതായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം, പക്ഷെ നമുക്ക് ചുരുക്കമായിട്ട് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, അസ്ത്രം വളരെ ചെറുതാണെങ്കിലും ഇറ്റ്സ് സോ പവർഫുൾ. അസ്ത്രം വളരെ ചെറുതാണ്, ഒരു വടി തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, പക്ഷെ അത് വളരെ ശക്തമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം
13-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ എലീശ പ്രവാചകന്റെ മരണത്തിന് മുൻപ് യോവാശ്, ഇസ്രായേലിന്റെ രാജാവായ യോവാശ് പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. പ്രവാചകന്റെ അടുക്കൽ വരുന്നതിന് പ്രധാന കാരണമുണ്ട്. അതായത് അരാമ്യ രാജാവായ ഹസായേൽ തന്റെ രാജ്യത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കും. പല തന്ത്രങ്ങളിലൂടെ, പല പ്രവർത്തനങ്ങളിലൂടെ ഇസ്രായേലിനെ ഓരോ നിമിഷവും ഞെരുക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു രാജാവായ തനിക്ക്, ഒരു സൈന്യം കൂടെയുള്ള തനിക്ക് ഈ അരാമ്യ രാജാവിനോട് പൊരുതുവാനായിട്ട് കഴിയത്തില്ല. അത് തിരിച്ചറിഞ്ഞപ്പോൾ എലീശ പ്രവാചകന്റെ അടുക്കൽ യോവാശ് രാജാവ് വരികയാണ്. പ്രവാചകനോട് ഈ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. ഈ സമയത്ത് എലീശ പ്രവാചകൻ അവിടെ നമ്മൾ കാണുന്നുണ്ട്, രാജാവിനോട് പറയുകയാണ് ഒരു അമ്പും വില്ലും എടുക്കുക. അതിന്റെ മേൽ പ്രവാചകൻ കൈവച്ച് ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇത് യഹോവയുടെ ജയാസ്ത്രം, ഇത് ജയം നൽകുന്ന അസ്ത്രമാണ്, ഇത് യഹോവയുടേതാണ്. ഈ അസ്ത്രം കൊണ്ട് അരാമ്യ രാജ്യത്തെ നീ തോൽപ്പിക്കും. അങ്ങനെ 3 പ്രാവശ്യം അരാമ്യ രാജ്യത്തെ തോൽപ്പിച്ച് ഇസ്രായേലിന് നഷ്ടപ്പെട്ട പട്ടണങ്ങളൊക്കെ യോവാശ് രാജാവ് വീണ്ടെടുക്കുകയാണ്. ഇവിടെ അസ്ത്രം വളരെ ചെറുതാണ്, പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായപ്പോൾ ആ ചെറിയ അസ്ത്രം കൊണ്ട് ഒരു രാജ്യത്തെ തന്നെ രാജാവ് കീഴ്പ്പെടുത്തുകയാണ്. കുഞ്ഞുങ്ങള് വളരെ ചെറുതാണെങ്കിൽ നിസ്സാരമെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഈ അസ്ത്രത്തിലൂടെ ദൈവം ഒരു രാജ്യത്തെ വീണ്ടെടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിലൂടെ വീണ്ടെടുപ്പിന്റെ വലിയ ശക്തി ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമായി നിർവഹിക്കും എന്നുള്ളത് നമ്മൾ മറന്നുപോകും. നയമാന്റെ ജീവിതം നമുക്കറിയാം. കുഷ്ഠരോഗിയായിരുന്നു, പക്ഷേ ഒരു എബ്രായ പെൺകുട്ടി, അടിമ പെൺകുട്ടിയിലൂടെയാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് സാധ്യമായി തീരുന്നത്. സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, യഹോവ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങള് വളരെ നിസ്സാരരെന്ന് നമ്മൾ കാണാൻ പാടില്ല. അവര് ശക്തിയുള്ളവരാണ്, അവര് വളരെ പവർഫുൾ ആണ്. അവരെ ആ നന്മയിലേക്ക്, അവരുടെ സാധ്യതകളിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനുള്ള വെല്ലുവിളി മാതാപിതാക്കൾ. അവരെ ശ്രദ്ധിക്കുവാൻ, അവരെ കേൾക്കുവാൻ നമുക്ക് കഴിയും. കേരളത്തിലെ കഴിഞ്ഞ ഇടയ്ക്ക് ഏകദേശം 100-നോടടുത്താണ് കുഞ്ഞുങ്ങള് ആത്മഹത്യ ചെയ്തത്. മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നതിന് പ്രധാന കാരണം അവർ പറയുന്നത് ഈ ഒരു COVID-19 പശ്ചാത്തലത്തിൽ അവരെ ശ്രദ്ധിക്കാനാണില്ല. മാതാപിതാക്കൾക്ക് അവരുടെ നേരെ കൂടെ ഇരുന്ന് അല്പം ഒന്ന് സമയം ചെലവഴിക്കാനായിട്ട് കഴിയുന്നില്ല. അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കണം, അവരെ ഒന്ന് ശ്രദ്ധിക്കുവാൻ, അവരെ വിലയുള്ളവരായി കാണുക, അവരുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയണം. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത്, ഈ അസ്ത്രം വളരെ ചെറുതാണെങ്കിലും വളരെ മൂർച്ചയുള്ള, വളരെ ഷാർപ്പാണ്. വളരെ ചെറുതാണ്, പക്ഷെ വളരെ മൂർച്ചയുള്ളതാണ്. ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ശത്രുക്കളുടെ ഒരു പരമ്പര തന്നെയാണ് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ശത്രുക്കളെ എങ്ങനെയാണ് ദാവീദ് നേരിടുന്നത്? ഈ ശത്രുക്കളെ ദൈവത്തിൽ ആശ്രയിച്ച് ദാവീദ് നേരിടുകയാണ്. അങ്ങനെ ദൈവം ദാവീദിന് വിജയം കൊടുക്കുമ്പോൾ ദാവീദ് വലിയൊരു സംഗീതം ഇവിടെ ആലപിക്കുകയാണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം. അത് ദാവീദിന്റെ ഒരു സംഗീതമാണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം. അവിടെ ശത്രുക്കളുടെ മുൻപിൽ ദൈവം ദാവീദിന് വിജയം കൊടുത്തപ്പോൾ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. അല്ലേ? ഇവിടെ അസ്ത്രം കൊണ്ട് ഒരു ശത്രുവിനെ കീഴടക്കി എന്നല്ല ദാവീദ് പറയുന്നത്. ദാവീദിനെതിരെ ഉണ്ടായിരുന്ന സകല ശത്രുക്കളെയും ദൈവം തന്റെ അസ്ത്രം കൊണ്ട് ചിതറിച്ചു കളഞ്ഞു എന്ന് അവിടെ എടുത്തു പറയും. അസ്ത്രം വളരെ ചെറുതാണെങ്കിലും
ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ വലിയ വിടുതൽ ഉണ്ടാകും, വിമോചനം. ഇവിടെ വേറൊരു കാര്യം കൂടി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വലിയൊരു പ്രയാസം, പ്രതിസന്ധി ദാവീദ് നേരിടുന്ന സമയത്ത് ദാവീദ് എന്താ ചെയ്യുന്നത്? യഹോവയായ ദൈവത്തോട് നിലവിളിക്കുക. അല്ലെ? ജീവിതത്തിലെ പ്രതിസന്ധി വന്നപ്പോൾ, തകർന്നു പോകുന്ന അനുഭവങ്ങളും വന്നപ്പോൾ, മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ യഹോവയുടെ സന്നിധിയിൽ ദാവീദ് നിലവിളിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദിനെ കുറിച്ച് വചനം പറയുകയാണ്, യഹോവയായ ദൈവത്തോട് ദാവീദ് നിലവിളിക്കുക. ആ നിലവിളിച്ച സമയത്ത് വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? യഹോവയായ ദൈവത്തിന്റെ കാതുകളിൽ ദാവീദിന്റെ നിലവിളി എത്തുകയാണ്. ദാവീദിന്റെ നിലവിളി യഹോവയുടെ കാതുകളിൽ എത്തിയപ്പോൾ ഭൂമി ഞെട്ടിവിറച്ചു എന്ന് പറയും. അല്ലെ? അവിടെ എടുത്തു പറയുകയാണ്, ഭൂമി ഞെട്ടിവിറച്ചു, ആകാശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയി. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രകമ്പനങ്ങളുണ്ട്, വലിയ വിടുതലുണ്ട്, വിമോചനമുണ്ട്, സൗഖ്യമുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ വലിയ പ്രകമ്പനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. എന്നിട്ട് ദാവീദ് ഇവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമുക്ക് സാക്ഷ്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. അതായത് അവിടെ പറയുകയാണ്, ഞാൻ യഹോവയുടെ വഴികളെയാണ് ഞാൻ പ്രമാണിച്ചത്, അവന്റെ ചട്ടങ്ങൾ ഞാൻ വിട്ടുമാറിയിട്ടില്ല, അവന്റെ മുമ്പാകെ ഞാൻ നിഷ്കളങ്കനായിരുന്നു, മാത്രമല്ല എന്റെ നീതിക്ക് തക്കവണ്ണമാണ് എനിക്ക് യഹോവ പ്രതിഫലം. ദാവീദ് വലിയ പ്രതിസന്ധിയിൽ ശത്രുക്കളുടെ വലിയൊരു പരമ്പര നേരിട്ടപ്പോൾ തന്റെ ജീവിതത്തെ മൂർച്ചയുള്ളതാക്കി മാറ്റിയത് ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിലുള്ള ആശ്രയമുണ്ട്, ദൈവത്തിലുള്ള ആഴമായ ബോധം കൊണ്ടാണ് ദാവീദ് തന്റെ ജീവിതത്തെ മൂർച്ചയുള്ളതാക്കി മാറ്റുന്നത്. ആ ജീവിതമാണ് ദാവീദിനെ ഇസ്രായേലിന്റെ വലിയ രാജപദവിയിലേക്ക് ഉയർത്തുന്നതും അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹം പങ്കുവയ്ക്കുന്നതിനും ഇടയായിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ഈ ദൈവവചനം കൊണ്ട് നമ്മളെ ഒന്ന് മൂർച്ചയുള്ളവരാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും. എബ്രഹാലിംഗം പറയുന്നുണ്ട്, ഒരു മരം വെട്ടുവാൻ എനിക്ക് 6 മണിക്കൂർ സമയം തരുന്നുണ്ടെങ്കിൽ 4 മണിക്കൂറും ഞാൻ കോടാലിക്ക് മൂർച്ച കൂട്ടുന്നതിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 6 മണിക്കൂർ കൊണ്ട് എനിക്ക് മരം വെട്ടുവാൻ കഴിയും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. 4 മണിക്കൂർ കൊണ്ട് ഞാൻ മൂർച്ച കൂട്ടിയാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് എനിക്ക് ആ മരം വെട്ടി വീഴ്ത്തുവാനായിട്ട്. ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മൂർച്ചയുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് കഴിയണം. കുഞ്ഞുങ്ങളെ വളരെ കുഞ്ഞുങ്ങളെന്ന് നമ്മൾ കരുതുമ്പോഴും അവരെ വളരെ ശക്തിയുള്ളവരാക്കി, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാക്കി മാറ്റുവാനായിട്ടുള്ള വെല്ലുവിളി മാതാപിതാക്കൾക്കുണ്ട്. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, പ്രയാസങ്ങളെ നേരിടുവാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഈ ലോകത്തെ നേരിടുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളെ നമുക്ക് കാണാം, നല്ലൊരു കാറ്റോ മഴയോ വന്നാൽ അത് മറിഞ്ഞു വീഴും. പക്ഷേ ശക്തമായ വൃക്ഷങ്ങളെ നമ്മൾ നോക്കുക, എത്ര കാറ്റ് വന്നാലും കോള് വന്നാലും അത് തകർന്നു പോകില്ല, കാരണം അതിന്റെ വേരുകൾ ആഴത്തിലുള്ളതായിരിക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്കും ഉണ്ടാകണം, കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം. പൗലോ കൊയ്ലോയുടെ ഒരു അനുഭവത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മളൊരു അസ്ത്രം എയ്യുമ്പോൾ, ഒരു അമ്പ് എയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഒരു കരം നമ്മൾ പുറകിലേക്ക് വലിക്കണം, അല്ലെ? പുറകിലേക്ക് വലിച്ച് ലക്ഷ്യം നോക്കിയിട്ടാണ് നമ്മൾ അമ്പുകൾ എയ്യുന്നത്. അപ്പൊ അവിടെ അദ്ദേഹം പറയുന്നത്, ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ പുറകിലേക്ക് വലിക്കും. ചില രോഗങ്ങളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, നമ്മൾ നേരിടുന്ന ചില അനുഭവങ്ങളായിരിക്കാം നമ്മളെ പുറകിലേക്ക് വലിക്കാം, ജീവിതത്തിന്റെ പുറകിലേക്ക്, നിരാശയിലേക്ക് നമ്മളെ വലിക്കാം. പക്ഷെ ആ അനുഭവങ്ങൾ നമ്മളെ നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടുന്നില്ല, മറിച്ച് നമുക്ക് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് അത് നയിക്കും, അല്ലെ? ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറും. Man's way leads to hopelessness and God's way leads to endless hope.
അല്ലെ? മനുഷ്യന്റെ വഴികളൊക്കെ അവനെ നയിക്കുന്നത് പ്രതീക്ഷയില്ലാത്ത അവസാനത്തിലേക്ക്. പക്ഷെ ദൈവത്തിന്റെ വഴികൾ മനുഷ്യനെ നയിക്കുന്നത് അവസാനമില്ലാത്ത പ്രതീക്ഷകളിലേക്കും പ്രത്യാശകളിലേക്കും. ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ഒഡീഷനായ മനുഷ്യൻ, അദ്ദേഹം ഒരിക്കലും ഒരു റെസ്റ്റോറന്റില് ഭക്ഷണം കഴിക്കുവാനായിട്ട് വരും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ $5 അദ്ദേഹം ടിപ്പായിട്ട് വെയിറ്ററിന് കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് സങ്കടമായി. കാരണം വളരെ കോടീശ്വരനായ ഒരു മനുഷ്യൻ $5 തന്നത്, കഷ്ടമായിപ്പോയി. ആള് സങ്കടത്തോടെ നിൽക്കും. അപ്പൊ ബിൽ ഗേറ്റ്സിന്റെ കാര്യം മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റിയോ? അപ്പൊ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മകൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഇതേ മേശയിലായിരുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ എനിക്ക് $500 ടിപ്പായിട്ട് തന്നത്. പക്ഷെ അങ്ങ് കോടീശ്വരനായിട്ട് എന്താണ് എനിക്ക് $5 തന്നത്? അപ്പൊ ബിൽ ഗേറ്റ്സ് പറയുകയാണ്, എന്റെ മകൻ $500 തന്നതിൽ അതിശയിക്കേണ്ട. കാരണം അവന്റെ അപ്പനായ ഞാൻ കോടീശ്വരൻ. കാരണം അവന്റെ ധാരണ ഞാൻ കോടീശ്വരനാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ $5 തരാനായിട്ട് കാരണം എന്റെ അപ്പൻ കോടീശ്വരനല്ല, ഒരു മരം വെട്ടുകാരൻ, ഒരു മരം വെട്ടുകാരന്റെ മകനാണ്. അതുകൊണ്ട് ഞാൻ $5 തന്ന കാരണം ഞാൻ തരുന്ന പണത്തെ കുറിച്ചും എന്റെ ജീവിതത്തെ കുറിച്ചും എന്റെ അപ്പന്റെ, എന്റെ തലമുറകളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ഈ ബോധ്യങ്ങളിലേക്ക് നമ്മൾ വളരുകയും നമ്മുടെ മക്കളെ വളർത്തുകയും ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് അവരെ നന്മയുള്ളവരായി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയുക. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്കും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനും ഇടയായിത്തീരണം. അതിനായി ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹമുള്ള ഒരു ദിവസം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രയാസങ്ങളിലും രോഗങ്ങളിലും അവരുടെ എല്ലാ ദൈനംദിനമായ കാര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഈ ഓൺലൈൻ പഠനകാലത്തൊക്കെ നന്നായി പഠിക്കുവാൻ, അതോടൊപ്പം തന്നെ ദൈവവചനത്തില് സമ്പന്നത പ്രാപിക്കുവാൻ, ജീവിതത്തിന്റെ പരുക്കമായ അനുഭവങ്ങളെ ധൈര്യത്തോടെ നേരിടുവാനുള്ള കൃപകളെ ദൈവം കൊടുക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അവരെല്ലാം നീ ഒരുക്കുന്നതിനായി സ്തുതിക്കുന്നു. ഒരു തലമുറയെ വാർത്തെടുക്കുന്ന വലിയ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കായി അവരെ ബലപ്പെടുത്തണം. സൺഡേ സ്കൂൾ ലീഡേഴ്സിനെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവർക്ക് പ്രചോദനം നൽകുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളുടെ 2 സഭകളിലെ യൂണിറ്റുകളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവനാമത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ജീവിതം ഏറ്റവും ബലമുള്ളതായും അതുപോലെ മൂർച്ചയുള്ളതുമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുകളെല്ലാം ക്ഷമിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം കേൾക്കണം നല്ല പിതാവേ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉപാധിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് വാർത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥന. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചതിനായി ദൈവമേ സ്തോത്രം. ഈ ആരാധനയിലെ സംബന്ധിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെവിടെയായിരുന്നാലും ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവെ അവരെ മറച്ചു കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് യാചിക്കുകയാണ്. ലോകപരമായി എല്ലാം ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവികമായി ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന ഒരു തിരിച്ചറിവ് കർത്താവെ ഞങ്ങൾക്ക് അവിടെ നൽകണം. അവിടുത്തെ ശിശുവായിരുന്നപ്പോഴുള്ള ജീവിതത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അവിടുത്തെ ആലയത്തിൽ വന്ന് കർത്താവെ അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞു ജീവിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും നിന്റെ ആലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാൻ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നിന്റെ ആലയത്തിലൂടെ ലഭിക്കുന്ന നന്മകൾ മാത്രമാണെന്ന തിരിച്ചറിവ് കർത്താവ് ഈ കാലങ്ങളിൽ അവിടുന്ന് കൊടുക്കണം. ദൈവ വിഷയവുമായി സമ്പന്നത പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവരെ സഹായിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും പ്രവർത്തകരെയും ഓർക്കുന്നു, അവരെ അനുഗ്രഹിക്കണം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ യുവജന സഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, സ്ത്രീജന സഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, വയറിനായി പ്രാർത്ഥിക്കുന്നു, കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു, സീനിയർ ഫെലോഷിപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിലുള്ള ഓരോ അംഗങ്ങളും അവരവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് ദൈവരാജ്യ അനുഭവത്തിന് വേണ്ടി എല്ലാം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയാണ്. അവർക്കെല്ലാം ഈ സൗഖ്യം നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ കാലങ്ങളിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അവിടുന്ന് നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ലോകത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവം, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൽ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. സഭയെ അറിയിക്കുവാൻ കാര്യങ്ങൾ ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള ദൈവ സ്നേഹത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജന്മദിനം, വിവാഹവാർഷികം ആഘോഷിച്ച മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പേരുകൾ: ജെനിഫർ സാംസൺ, മിസ്റ്റർ ഓസ്വാൾ സഞ്ജീവൻ, കേരൻ ആൻഡ് മാത്യു, മിസ്റ്റർ സാബു ചാപ്പോ, മിസ്റ്റർ അജീഷ് തോമസ്, മിസ്റ്റർ തമ്പി ഐസക്, മിസ്സിസ് സ്മിത ജോൺസൺ, മിസ്സിസ് DL രഞ്ജന ആൻഡ് മിസ്സിസ് അനു തമ്പി എഡ്വൻ. വിവാഹ വാർഷികം ആഘോഷിച്ചത് മിസ്റ്റർ ജോജോ ജോസഫ് സാം ആൻഡ് മിസ്സിസ് എലിസബത്ത് ജോർജ്. ഈ പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദുഃഖവാർത്ത
ഉള്ളത്. ഒന്ന്, എബാർ സഭയിലെ അംഗമായിരിക്കുന്ന മിസ്റ്റർ ലെവി മാനുവൽ എന്നിവരുടെ പിതാവ് മാനുവൽ കെ വർഗീസ് നാഗ്പൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ നിദ്ര പ്രാപിച്ചു. അതുപോലെ നമുക്കെല്ലാം സുപരിചിതമായിരുന്ന EC ജോണച്ചൻ നമ്മുടെ പഴയ ദേവാലയങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് വരികയും നമ്മുടെ കൊയ്ത്തുത്സവത്തിനൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത അച്ഛനാണ്. അച്ഛനും കർത്തൃ സന്നിധിയിൽ നിദ്ര പ്രാപിച്ചു. ഈ രണ്ട് പേരുടെയും ജീവിതങ്ങളിൽ നിരാശപ്പെടുന്ന വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സ്നേഹത്തോടെ. ബിഷപ്പ് കോട്ടൺ ബോയ്സ് സ്കൂളിൽ ടീച്ചേഴ്സിന്റെയും അക്കൗണ്ടന്റിന്റെയും ഒഴിവുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയുടെ ഗ്രൂപ്പിൽ സർക്കുലർ ഞാൻ ഇട്ടിരുന്നു. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയുവാൻ ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക. സ്ത്രീജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. ബൈബിൾ ക്വിസാണ്. മത്തായി സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. എല്ലാവരും അതിൽ സംബന്ധിക്കണം. നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നല്ല, മറിച്ച് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് അതിൽ പങ്കെടുക്കുക. ബുധനാഴ്ച ആരാധന നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല, ശനിയാഴ്ചകളിലാണ് നമുക്ക് ആരാധന ഉണ്ടായിരിക്കുക. കാരണം മിക്ക ദേവാലയങ്ങളും ആരാധനയ്ക്കായി തുറന്നു, നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് ശനിയാഴ്ചകളിൽ രാത്രി 8 മണിക്ക് നമുക്ക് ആരാധന ഉണ്ടായിരിക്കുന്നു. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് വഴിപാട് സമർപ്പിക്കുന്ന സമയത്ത് കീർത്തനങ്ങളിൽ 202-ാമത്തെ കീർത്തനം 202.
അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരും. ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുന്നതിനായി നന്ദിയോട്. ഇന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്നു. കർത്താവെ, നീ തന്ന ആയുസിന്റെ ബലത്തിലാണ് ജീവിക്കുന്നത്. എന്റെ സന്നദ്ധിയിൽ അടുത്ത് വരുവാൻ, ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് സ്തോത്രയാഗം കഴിക്കുവാൻ അവിടുത്തെ ആത്മാവ് വേണ്ടിയാണ്. ഞങ്ങളുടെ 2 സഭകളിലെയും കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളിൽ ഇരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ശക്തമായ കരം കൂടെ രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അവിടുത്തെ വിടുതൽ കാണുവാൻ അവരെല്ലാം നീ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദിവസങ്ങളിൽ ജന്മദിന വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർക്കുന്നു. അവരെല്ലാം സമൃദ്ധിയായിട്ട് ദൈവം അനുഗ്രഹിക്കണം. 2 ദേവാലയങ്ങൾക്കും കർത്താവെ നല്ലൊരു ആലയം ആവശ്യം. ഈ ആവശ്യത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇറക്കി. കർത്താവെ, സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ മാറി നിൽക്കുന്നവരായിട്ട് അടുത്തു വരുവാൻ, അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങളാൽ കഴിവത് ചെയ്യുവാനും ഈ കാലങ്ങളിൽ സഹായിക്കും. ഞങ്ങളെ അവിടുന്ന് കൂടുതൽ ഊർജ്ജസ്വലതയുള്ളവരായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അവിടുത്തെ സന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന തിരിച്ചറിവും ഞങ്ങൾക്ക് നൽകണം. കർത്താവായ ദൈവമേ, വഴിപാടുകൾ സമർപ്പിച്ച കരങ്ങളെ നീ ബലപ്പെടുത്തണം. വഴിപാടുകളെ വാഴ്ത്തി അനുഗ്രഹിക്കണം. എന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അതിനെ ഉപയോഗിക്കണം. ഞങ്ങളുടെ സമൂഹത്തിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, CSI സഭയെ നേതൃത്വം നൽകുന്ന മേൽപ്പട്ടക്കാരെ, കർത്താവെ, സഭയിലെ കുടുംബങ്ങളെ, വൈദികരെ, സന്യസ്തരെ, വൈദിക വിദ്യാർത്ഥികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണം. ഈ ഒരാഴ്ച മുഴുവനും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണം. തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ താഴ്മയാണ് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നത്. ഏതോന്ന് കേൾക്കണം നല്ല പിതാവേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം നമുക്ക് ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടും കുടുംബങ്ങളോടും പ്രിയമുള്ളവരോടും തിരുസഭയോടും കൂടെ ഇപ്പോഴെപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. സമാപന കീർത്തനം 13-ാമത്തെ കീർത്തനം 13.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിനോട് കൂടെ നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വിധങ്ങളായ സഹായങ്ങൾ ചെയ്ത് എല്ലാവരോടുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. കൂടാതെ ലൈവ് സ്ട്രീമിങ്ങിന് നേതൃത്വം നൽകുന്ന പ്രിയമുള്ള അജീവ് തോമസിനോടും രാഹുലിനോടും അതുപോലെ സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന ജോണിനോടും സ്നേഹത്തെ അറിയിക്കുന്നു. നല്ലൊരാഴ്ച ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.